हमेशा पास था कि सौ जन्म भी देखती मैं तेरा रास्ता जो भी है सब मेरा तेरे हवाले कर दिया जिस्म का हर दुआ तेरे हवाले कर दिया. ഈശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ എൻജോയ്ഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഇബ്ഷാന. സ്ഥലം എവിടെയാ? കാസർഗോഡ്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഓക്കെ. സഹല. കാസർഗോഡ് പഠിക്കുന്നു. ഷായിന. കാസർഗോഡ് പഠിക്കുന്നു. ഫാമിലിയാണോ? മാരേജ്. മിൻഹ. കാസർഗോഡ് പഠിക്കുകയാണ് എല്ലാവരും. ഒരു ക്ലാസ്സിലാണോ എല്ലാവരും? ഞാൻ പഠിക്കുന്നില്ല. മാരേജ് ചെയ്ത് ഫാമിലിയോട്ട് കൊണ്ടുവന്നതാണോ? ഫാമിലി തന്നെ. കുട്ടികളും ഉണ്ടോ? പക്ഷെ കണ്ടാ പറയില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് മറുപടിയാണോ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് മറുപടിയാണെങ്കിലും പറയണം. പറയാതിരിക്കരുത്. ലാസ്റ്റ് മൈൻഡ് തന്നെ വിഷമം, അയ്യോ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഒന്നും വേണ്ട. പറയുന്ന ആൻസർ 20 സെക്കൻഡിനുള്ളിൽ പറയുക. ഇന്ന് ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്. പ്രധാനമന്ത്രി മരിച്ചപ്പോൾ കടകൾ അടച്ചത് എന്തുകൊണ്ടാണ്? കൈകൊണ്ടല്ല, അതിന്റെ കുറച്ചുകൂടെ ഒന്ന് ആപ്റ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കടകൾ അടച്ചത്? ഷട്ടറല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കുട്ടി പറഞ്ഞ ആൻസർ കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കൊടുക്കാം. ഉദ്ദേശിച്ചത് താക്കോൽ കൊണ്ടെന്നാണ്, പക്ഷെ എങ്കിലും കൊടുക്കാം മാർക്ക്. അത്രയും അങ്ങ് ചിന്തിച്ചല്ലോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണമെന്ത്? പുലി ജയിച്ചതുണ്ട്. കറക്റ്റ് ആൻസർ. അപ്പോൾ ആ ഒരു ട്രിക്ക് മനസ്സിലായല്ലേ? മനസ്സിലായി. ഇനി ഒരു രക്ഷയില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. ഒരു മേശയിൽ 10 ഈച്ചകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിനെ കൊന്നു. ബാക്കി എത്ര ഈച്ചകൾ? 10 ഈച്ചകൾ ഒരു മേശപ്പുറത്തുണ്ടായിരുന്നു. അതിലൊന്നിനെ കൊന്നു. അപ്പോൾ ബാക്കി എത്ര ഈച്ചകൾ? 10 അല്ല. 10 ഈച്ചകൾ ഉണ്ടായിരുന്നു. ഒന്നിനെ കൊന്നു. ബാക്കി എത്ര ഈച്ചകൾ? ഒന്നിനെ കൊന്നു. ബാക്കി ഇല്ല, ഒന്നിനെ കൊന്നു. ബാക്കി എത്ര ഈച്ചകൾ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയത്. സാധാരണ ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. ഒരു ശിഖരത്തിൽ 10 കിളികൾ ഉണ്ടായിരുന്നു. ഒരാൾ വെടിവെച്ചു. ഒരു കിളി വെടിവെച്ചു. അപ്പോൾ ബാക്കി എത്ര കിളികൾ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 10 ഈച്ചകൾ ഒന്നിനെ കൊന്നു. അല്ല, കുസൃതി ചോദ്യമല്ലേ. ഒന്നിനെ നമ്മൾ കൊന്നു. അപ്പൊ ബാക്കി എത്ര ഈച്ചകൾ? അല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് കറക്റ്റ് ആൻസർ വന്നത്. ഒന്നിനെയാണ് കൊന്നത്. പറന്നുപോയി. പാട്ട് പാടുന്ന ഹായ്, പുതിയ ഗസ്റ്റ് വന്നല്ലോ. എന്താ പേര്? ഹലോ, പേര് പറയൂ. हमेशा पास था कि सौ जन्म भी देखती मैं तेरा रास्ता जो भी है सब मेरा तेरे हवाले कर दिया जिस्म का हर दुआ तेरे हवाले कर दिया.
വല്ലാതെ മിണ്ടുന്നോ? ഒരു രക്ഷയില്ല, ലാസ്റ്റ് മിണ്ടാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു ചെടിയുണ്ട്, ഏതാണ് ആ ചെടി? ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് എവിടെയാണ്? സ്ഥലം ചെടിയെല്ലാം ഒന്നാണ്. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണ്? റോക്കറ്റ് വിക്ഷേപിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേരും ഈ ചെടിയുടെ പേരും ഒക്കെ ഒന്നാണ്. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ട്രിവാൻഡ്രത്താ. ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി. ഓണത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൂവാണത്. ഓണത്തിന് നമ്മൾ അത്തയിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു പൂവിനാണ്. പേര് മറന്നുപോയി. കാസർഗോഡ് ആയതുകൊണ്ടായിരിക്കും കിട്ടാത്തെന്ന് തോന്നുന്നു. റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി, ആ പൂവിന് പറയുന്ന പേരും സ്ഥലവും. ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തുമ്പ. തുമ്പ ആരാ പറഞ്ഞേ? തുമ്പപ്പൂ കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഴുതാൻ പറ്റുന്ന ഡ്രസ്സ് ഏതാണ്? എഴുതാൻ പറ്റുന്ന ഡ്രസ്സ് കറക്റ്റ് ആൻസർ. ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യും? 3 ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു അല്ലേ? 2 ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്ത് എല്ലായിടത്തുമുള്ള ഒരു പനിയുണ്ട്, ഏതാണ് ആ പനി? കുസൃത ചോദ്യമാണ്, പക്ഷെ ഈ ആൻസറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തുമുള്ള പനി, ആ ഒരു പനി, ഈ പനി ഒരു ആൻസർ ഇപ്പൊ പറയുമല്ലോ നിങ്ങള്, ആ ആൻസറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. കൊറോണ അല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള പനി, കൊറോണ അല്ല. പനി, പനിയുടെ ഫ്രണ്ടിൽ ഒരൊറ്റ അക്ഷരം ചേർത്താ കിട്ടും. കമ്പനി. കമ്പനി കറക്റ്റ് ആൻസർ. 3 ക്വസ്റ്റ്യന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വലുതാകും തോറും പേര് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കായ ഉണ്ട്, ഏതാണ് ആ കായ? പേര് മാറുന്ന കായ. കായ മീൻസ് കായക്ക് നമുക്ക് എന്തെന്ന് പറയാം? സീഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് വിത്തല്ലേ. ഒരു നട്ടെന്ന് പറഞ്ഞാൽ അതും പറയാൻ പറ്റത്തില്ല. കാഷ്നട്ട് അല്ല, ഇത് കായ. നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഒരു സാധനമാണ്. കറി വയ്ക്കും, ദോശ അതുപോലെ അപ്പം ഇതൊക്കെ കഴിക്കാൻ നേരത്ത് കറി വെക്കാൻ ഈ ഒരു സാധനം ഉപയോഗിക്കും. അത് കൊച്ചിലെ ഒരു പേരായിരിക്കും, വലുതാകും തോറും ആ ഒരു സാധനത്തിന്റെ പേരിങ്ങനെ മാറി മാറി വരും. അപ്പക്കാരമല്ല, സാധനം ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. തേങ്ങ. ഇതിന് കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. തേങ്ങ. അടുത്ത അതെന്തുവാ? കായ കുട്ടിക്കാലത്ത് തന്നെ മറ്റേ വെച്ചങ്ങ അങ്ങനെയൊക്കെ പറയും. പിന്നെ കരിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയാറുള്ളത്? അല്ലേ? കുട്ടിക്കാലത്ത് വേറൊരു പേരല്ലേ വെച്ചങ്ങ, പിന്നെ കരിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൈൻ ഏതാണ്? ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓൺലൈൻ. ഇവിടെ അല്ലേ പറഞ്ഞേ? അല്ല, ഇവിടെയാ പറഞ്ഞത്. വാ തുറന്ന് പറഞ്ഞു. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻ. 4, 2, 2. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പുക്കുട്ടന്റെ അച്ഛന് 5 മക്കൾ. 1ാമൻ യുധിഷ്ഠിരൻ, 2ാമൻ ഭീമൻ, 3ാമൻ അർജുനൻ. അപ്പോൾ 4ാമൻ ആര്? അപ്പുക്കുട്ടൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഒരിക്കലും കയ്യിലിടാൻ പറ്റാത്ത ഒരു വള ഉണ്ട്. ഏതാണ് ആ വള? തവള ഇവിടെ പറഞ്ഞു. ഇപ്പം 4-4 ഈക്വലായിട്ട് രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാടി നിന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് മാറിയിട്ട് രണ്ടുപേരെ വെച്ചിട്ട് ഒരു മത്സരമുണ്ട്. മാറണ്ട, ഇവിടെ നിന്നാ മതി. ഇയാളിങ്ങ് വന്നോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇവർ രണ്ടുപേരാണ് മത്സരിക്കുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടുപേരും 4 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ഈക്വലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ആരാണോ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായുള്ളത് എന്താണ്? കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിലും പൊതുവായുള്ളത് എന്താണ്? വാ അല്ല, അക്ഷരമല്ല, വേറൊരു സാധനം. കുറച്ചുണ്ട്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇത് പഠിക്കുന്ന ഒരു കോഴ്സാണ്. അതിനകത്ത് ഒരുപാട് സബ്ജക്റ്റുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പൊതുവെ ഒരു പേരിൽ അറിയപ്പെടും. അല്ല, പൊതുവെ ഒരു പേരിൽ അറിയപ്പെടും. എന്ന് വെച്ചാൽ BSc MA അല്ല BSc BA അങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയത്തില്ലേ, അതിനെല്ലാം പൊതുവെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. അത് ഈ കാലാവസ്ഥയിലും ഉണ്ട്. കാലാവസ്ഥയിൽ ഓരോന്നും നമ്മൾ എങ്ങനെയാ പറയുന്നേ? നമ്മൾ വാർത്തയിലേക്ക് കേൾക്കണം. ഇത്ര ഡാഷ് 7 ഡിഗ്രി അങ്ങനെയൊക്കെ പറയും. ആൻസർ എന്താ? കാലാവസ്ഥയിലും വിദ്യാഭ്യാസത്തിൽ പൊതുവായി ഉപയോഗിക്കുന്നത് എന്താ? ഡിഗ്രി. ഇവിടെ അല്ലേ ആൻസർ പറഞ്ഞു? ആൻസർ പറഞ്ഞുകൂടാ, ഇവർക്ക് രണ്ടുപേർക്ക് പറയാവൂ. എന്തായിരുന്നു പേര്? ഇപ്ഷാന. നല്ല പേര് കേട്ടോ, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ഇപ്ഷാനയാണ്. ഇപ്ഷാനയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ പറഞ്ഞു.